ശ്രീ ജോൺ ബ്രിട്ടാസ്, അത് തെറ്റായിക്കോട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് പറഞ്ഞത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അത് വെറുതെ ആരോപണ രൂപത്തിൽ പറഞ്ഞതല്ല. മണിക്കൂറുകളെടുത്ത് കൃത്യമായ ഡേറ്റ കാണിച്ചുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടായതാണ്, ഒരു മുറിയിൽ 80 പേരെന്നടക്കം, ഈ പറഞ്ഞ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ABCDEFGH എന്നതടക്കം രേഖാമൂലം തെളിവടക്കം സ്പെസിഫിൻ അടക്കം പറഞ്ഞതാണ്. കേവല ആരോപണങ്ങളല്ല. എന്തുകൊണ്ടാകാം രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ മണിക്കൂർ ഇത്രയായിട്ടും ഉത്തരമുള്ള ഒരു കരുത്തുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രേഖകളൊക്കെ വ്യാജമാണ് എന്നെങ്കിലും വെറുതെ പറയാത്തത് ശ്രീ ജോൺ ബ്രിട്ടാസ്? ഹാഷ്മി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പരമപ്രധാനമാണ് വിശുദ്ധിയുള്ള ഒരു വോട്ടർ പട്ടിക. അതാണ് അതിൻ്റെ അടിസ്ഥാനം തന്നെ. വോട്ടർ പട്ടിക മലീമസമായാൽ, അത് അഡൾട്രേറ്റഡായാൽ, അത് കലർപ്പുള്ളതായാൽ എങ്ങനെയായിരിക്കും ഒരു ജനാധിപത്യ സംവിധാനം? ഇതിപ്പം രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക മണ്ഡലത്തെ മുൻനിർത്തി നടത്തിയ പഠനത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. പക്ഷേ എനിക്ക് എൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, 2019 അശോക യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ സബ്യസാച്ചി സെൻ ഇതുപോലൊരു പഠനം 2019 ഇലക്ഷനെ മുൻനിർത്തി നടത്തി. അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ വിവരങ്ങൾ ജൂലൈ 25, 2023 പുറത്തുവിട്ടപ്പോൾ ആ ഒരു അധ്യാപകനെ പീഡിപ്പിച്ച് ആ അശോക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെപ്പിച്ചു. അദ്ദേഹം കൃത്യമായി എങ്ങനെയാണ് 2019 തിരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ, 1 ഡസനോളം മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് എന്ന് വസ്തുതാപരമായിട്ട് കാട്ടിക്കൊടുത്തു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രതിപക്ഷം ജയിച്ചാൽ ആ സർക്കാരിനെ അട്ടിമറിക്കും. അങ്ങനെ ഒരു സംവിധാനം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ നൂതനമായൊരു സംവിധാനം BJP കൊണ്ടുവന്നു. പ്രതിപക്ഷത്തിന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിലായിരിക്കണം വോട്ടർ പട്ടിക എന്നുള്ളത്. അതായത് ഇന്ത്യയിലെ ദരിദ്ര വിഭാഗത്തിൻ്റെ കയ്യിലുള്ള ഏക ആയുധമെന്ന് പറയുന്നത് അവൻ്റെ വോട്ടവകാശമാണ്. ആ ആയുധം അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി. 2019 പോലും 11 മണ്ഡലങ്ങളിൽ BJP ഇതുപോലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തി എന്ന് കൃത്യമായിട്ട് ആ സബ്യസാച്ചി വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സൂചിപ്പിച്ചിരുന്നു, വ്യക്തമാക്കിയത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ രേഖ വളരെ വസ്തുതാപരമായ രേഖയാണ്. ഇനി എനിക്ക് ഏറ്റവും പരിഹാസ്യമായി തോന്നുന്നൊരു കാര്യം എന്താ അറിയൂ? അതായത് വിവരങ്ങൾ, വോട്ടർ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ്, സത്യവാങ്മൂലം നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഓത്തെടുത്ത് പിതഞ്ഞെടുത്ത് തരണം. ഒലക്കയുടെ മൂട്. അതായത് ഇവിടെ സുതാര്യമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയോഗിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു വിവരത്തെ വിലപ്പെട്ട ഒരു വിവരമായിട്ടല്ലേ കാണേണ്ടത്? അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തങ്ങളുടെ സംവിധാനം തകർക്കുന്ന രീതിയിൽ വോട്ടർ പട്ടികയിൽ കലർപ്പുണ്ടാകുന്നു, അതിൽ തിരിമറി ഉണ്ടാകുന്നു, അട്ടിമറി ഉണ്ടാകുന്നു എന്നുള്ള സൂചന ലഭിച്ചാൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചു വരുത്തി നിങ്ങളുടെ പക്കൽ കുറച്ചും കൂടി വിവരങ്ങളുണ്ടോ, ഇന്ത്യയിൽ ആരുടെയെങ്കിലും പക്കൽ വിവരങ്ങളുണ്ടോ, കൊണ്ടുവരൂ എന്നല്ലേ പറയേണ്ടത്. അതല്ലാതെ അതിന് തടയാൻ പാടുണ്ടോ? ഇതാണ് ജസ്റ്റിസ് MK ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ച് 2023 മാർച്ച് 2 സുപ്രധാനമായ വിധി പ്രസ്താവത്തിലൂടെ പറഞ്ഞത്. സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടൂ എന്ന് പറയുന്നത്. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വഴിവെക്കാൻ വേണ്ടി ആ 5-അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ വിധി നൽകി. അതിലെന്തായിരുന്നു പറഞ്ഞത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഈ 3 പേരും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണറെയും നിയമിക്കേണ്ടതെന്ന്. ഈ സർക്കാർ എന്താ ചെയ്ത്? ഏതെങ്കിലും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പതിറ്റാണ്ടുകളെടുക്കും. ഇവരെന്ത് ചെയ്തു? ആ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന മന്ത്രി, അങ്ങനെ ആ നിയമനം എന്ത് ചെയ്തു? എക്സിക്യൂട്ടീവിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നു.
ഇവർക്ക് നിഷ്പക്ഷമായ അന്വേഷണമാണ്, നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണ് വേണ്ടത് എന്നുണ്ടായിരുന്നെങ്കിൽ ആ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ വോട്ടർ പട്ടിക, ഇന്ത്യയുടെ ഇലക്ട്രൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തങ്ങളുടെ പാവയായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെന്നുള്ളത്. 1977 മുതൽ 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടുള്ള പഠനങ്ങളിൽ സബ്യസാച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര ആസൂത്രിതമായി, സംഘടിതമായി, ദുരുപദിഷ്ഠിതമായി ഒരു വോട്ടർ പട്ടിക അട്ടിമറിച്ച ഒരു സംവിധാനം മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ബൂത്ത് ക്യാപ്ചറിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമായിരുന്നു. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഇതങ്ങനെയല്ല. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കണം ജനവിധി ഉണ്ടാകേണ്ടത്? ഒരു തരത്തിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കും, വെട്ടിക്കളയും. മറ്റൊരു തരത്തിൽ തങ്ങളുടെ പ്രവർത്തകരെ കുത്തിക്കയറ്റും. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് 31 ലക്ഷം വോട്ട് ചേർത്തു. പിന്നീട് 5 മാസം കൊണ്ട് 41 ലക്ഷം വോട്ട് ചേർത്തു. എത്ര മണ്ഡലങ്ങളുടെ ഭാഗധേയമാണ് അതുകൊണ്ട് മാറ്റിമറിക്കപ്പെട്ടത്. ഇപ്പോൾ ബീഹാറിൽ പിന്നോക്കക്കാര്, ദളിതര്, ന്യൂനപക്ഷങ്ങൾ ഇവരുടെയൊക്കെ വോട്ടുകൾ വെട്ടിക്കളയുന്നു. അങ്ങനെ എന്താണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളുടെയും ഭാഗധേയം നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക കൃത്രിമമായിട്ട് കത്രിക കൊണ്ട് നമ്മുടെ തുണി മുറിക്കുന്ന അതേ രൂപത്തിൽ അത്ര ലളിതമായിട്ട് ഉണ്ടാക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യമെന്നുള്ള ഏറ്റവും പവിത്രമായ ഒരു സങ്കല്പത്തെ തകർക്കുന്ന ഒരു രീതിയായി മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പാർലമെന്റിൽ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ പോയി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം പണ്ട് കേരള കാഡർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു, ജ്ഞാനേഷ് കുമാർജി, നിങ്ങൾക്ക് കേരളം നല്ല പരിചയമുള്ള സ്ഥലമല്ലേ? ഇത്രയും അവബോധവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളല്ലേ കേരളത്തിലുള്ളത്. പക്ഷെ ആ കേരളത്തിലുള്ള ഒരു സാധാരണക്കാരനോട് നിന്റെ റേഷൻ കാർഡ് പറ്റില്ല, EC കാർഡ് പറ്റില്ല, നിന്റെ ആധാർ പറ്റില്ല, നിന്റെ മെട്രിക്കുലേഷൻ മാത്രം പോരാ, നിന്റെ പാസ്പോർട്ട് വേണം, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആർക്കാണ് 3 ആഴ്ച കൊണ്ട് ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്നത് മിസ്റ്റർ ജ്ഞാനേഷ് കുമാർ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ ഒരു സാറ് വേറെ ഇരിപ്പുണ്ട്.